ഈ വർഷത്തെ ഹജ്ജ് കർമ്മങ്ങൾക്കായി ഇന്ത്യയിൽ നിന്നുള്ള തീർത്ഥാടകർ സൗദിയിലെത്തി തുടങ്ങി. മദീനയിൽ ഹൃദ്യമായ വരവേൽപ്പാണ് തീർത്ഥാടകർക്ക് ലഭിച്ചത്. 10 വിമാനങ്ങളിലായി 2800-ലേറെ തീർത്ഥാടകരാണ് ഇന്ന് മാത്രം ഇന്ത്യയിൽ നിന്ന് മദീനയിലെത്തിയത്. മദീനയിൽ നിന്ന് ജലീൽ കണ്ണമംഗലം തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. ഇസ്ലാമിക ചരിത്രത്തിൽ ഏറെ പ്രാധാന്യമുള്ള ഒരു പള്ളിയാണ് എനിക്ക് പിന്നിലുള്ളത്, മദീനയിലെ മസ്ജിദുൽ ഖുബ. മക്കയിൽ നിന്ന് മദീനയിലേക്ക് പ്രവാചകൻ മുഹമ്മദ് നബി പലായനം ചെയ്തപ്പോൾ, ഹിജ്റ വന്നപ്പോൾ ആദ്യമായി ഇറങ്ങിയ സ്ഥലത്താണ് ഈ പള്ളി നിർമ്മിച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഇസ്ലാമിലെ ആദ്യത്തെ പള്ളിയായാണ് ഇത് അറിയപ്പെടുന്നത്. ഹജ്ജ് തീർത്ഥാടകരെല്ലാം ഇവിടെ സന്ദർശിക്കാറുണ്ട്. ഏതായാലും ഇത്തവണത്തെ ഹജ്ജ് കർമ്മങ്ങൾ ആരംഭിക്കുന്നത് മെയ് അവസാന വാരമാണ്. ഇന്ത്യയിൽ നിന്നുള്ള തീർത്ഥാടകർ ഉൾപ്പെടെ ലോകത്തിൻ്റെ പല ഭാഗത്തു നിന്നുള്ള തീർത്ഥാടകർ ഇന്നു മുതൽ സൗദിയിൽ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ത്യയിൽ നിന്നുള്ള ആദ്യത്തെ ഹജ്ജ് സംഘം ഇന്ന് മദീനയിലെത്തി. മുംബൈയിൽ നിന്നുള്ള ആദ്യ ഹജ്ജ് വിമാനത്തിൽ 400ഓളം തീർത്ഥാടകരാണ് ഉണ്ടായിരുന്നത്. മദീന വിമാനത്താവളത്തിൽ ഇന്ത്യൻ അംബാസഡറും കോൺസൽ ജനറലും ഹജ്ജ് ഉംറ മന്ത്രാലയം പ്രതിനിധികളും ഉൾപ്പെടെയുള്ളവർ ഹൃദ്യമായ സ്വീകരണമാണ് തീർത്ഥാടകർക്ക് ലഭിച്ചത്. It was nice experience. The welcoming was very good and the journey was very hassle free. We loved it, we enjoyed it. My family members also there. It was very helpful and all the people here were very well welcoming. Stepping on this city is very blissful since it's the city of Prophet Muhammad sallallahu alaihi wasallam. We are awaiting to continue our Hajj procession from now on. Arriving in this airport was very smooth and it was far better than what we experienced in other airports. 5 എംബാർക്കേഷൻ പോയിന്റുകളിൽ നിന്നായി 10 വിമാനങ്ങളാണ് ഇന്ന് മദീനയിൽ എത്തിയത്. ഏതാണ്ട് 2800ഓളം തീർത്ഥാടകരാണ് ഇന്ന് മാത്രം മദീനയിൽ എത്തിയത്. ഈ തീർത്ഥാടകർ 8 ദിവസത്തെ സന്ദർശനം കഴിഞ്ഞതിന് ശേഷം മക്കയിലേക്ക് പോകും. ഹജ്ജ് കർമ്മങ്ങൾ അവസാനിച്ചതിന് ശേഷം ഈ തീർത്ഥാടകർ ജിദ്ദയിൽ നിന്നായിരിക്കും നാട്ടിലേക്ക് മടങ്ങുക. കേരളത്തിൽ നിന്നുള്ള ഹജ്ജ് തീർത്ഥാടകരുടെ വരവ് ആരംഭിക്കുന്നത് ഏപ്രിൽ 30-നാണ്. അവർ ജിദ്ദയിലാണ് വിമാനം ഇറങ്ങുന്നത്. ഹജ്ജ് കർമ്മങ്ങൾ അവസാനിച്ചതിന് ശേഷമാണ് അവർ മദീന സന്ദർശിക്കുക. മദീനയിൽ നിന്നായിരിക്കും ഇവർ നാട്ടിലേക്ക് മടങ്ങുക. 1.25 ലക്ഷത്തോളം തീർത്ഥാടകരാണ് ഇത്തവണ ഇന്ത്യയിൽ നിന്നും ഹജ്ജ് നിർവഹിക്കുന്നത്. അതിൽ 1,22,000-ഓളം തീർത്ഥാടകർ ഹജ്ജ് കമ്മിറ്റി വഴിയാണ് ഹജ്ജ് നിർവഹിക്കുക. ബാക്കിയുള്ളവർ സ്വകാര്യ ഗ്രൂപ്പുകൾ വഴി ഹജ്ജ് നിർവഹിക്കും. സ്വകാര്യ ഗ്രൂപ്പുകൾ വഴിയുള്ള ഹജ്ജ് തീർത്ഥാടകരും ഇന്ന് സൗദിയിൽ എത്തിത്തുടങ്ങി. ജിദ്ദയിലാണ് ഇവർ ആദ്യം ഇറങ്ങിയത്. 40 മുതൽ 45 ദിവസം വരെയാണ് ഇന്ത്യയിൽ നിന്നുള്ള തീർത്ഥാടകർ ഈ സൗദിയിൽ ഹജ്ജിൻ്റെ ഭാഗമായി കഴിയുക. അതോടൊപ്പം തന്നെ ഷോർട്ട് ടൈം ഹജ്ജ് പാക്കേജും ഇത്തവണ ഇന്ത്യൻ ഹജ്ജ് കമ്മിറ്റി പരിചയപ്പെടുത്തുന്നുണ്ട്. മക്കയിലും മദീനയിലും മീനായിലും അറഫയിലും ഉൾപ്പെടെ എല്ലാ സ്ഥലങ്ങളിലും വളരെ വിപുലമായ സൗകര്യങ്ങളാണ് ഇന്ത്യയിൽ നിന്നുള്ള തീർത്ഥാടകർക്കായി ഇന്ത്യൻ ഹജ്ജ് മിഷൻ ഒരുക്കിയിരിക്കുന്നത്. മദീനയിൽ നിന്നും ജലീൽ കണ്ണമംഗലം, 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.